മിഥുൻ അയ്യപ്പൻ നിൽക്കുന്ന ഇടത്തേക്ക് പോകാം. അത്തൻ നഗറിലാണ് മിഥുനൊപ്പം ആരൊക്കെയുണ്ട് അവിടെ? ആ കാഴ്ച ഒന്ന് കാണട്ടെ. ഒരു നിമിഷം മിഥുൻ നിൽക്കുക, അതിലേക്ക് വരാം. എല്ലാവരോടും വരാൻ പറയുക. ധാരാളം പ്രേക്ഷക കമന്റ്സ് വരുന്നുണ്ട്. അതും ഇന്ന് പ്രത്യേകിച്ചും ധാരാളം പേരുടെ ആശംസകൾ വരുന്നുണ്ട്, പലതരം നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്, വീണയുടെ ഡ്രസ്സിന്റെ സജഷൻസ് വരുന്നുണ്ട്. അതുപോലെ കൊച്ചി തമ്പുരാൻ ആശംസകൾ. അതെ കോസ്റ്റ്യൂമിനും പുതുപുലരിയുടെ സ്ക്രീനിനും ആശംസയും അനുമോദനങ്ങളുമുണ്ട്. CPK നായരുടെ ജന്മനക്ഷത്രമാണോ പക്കനാളാണോ എന്നറിയില്ല. എന്തായാലും CPK നായരുടെ ഇന്ന് അത്തം നക്ഷത്രക്കാരനാണ് അദ്ദേഹം. ധാരാളം കമന്റ്സ് വരുന്നുണ്ട്. വിപിൻ വലിയാട്ടുജി, ഉഷാജി, നന്ദനാർ പറയുന്നുണ്ട്. PRP കുറുപ്പ് സാറിന്റെ കമന്റ്സ് ഉണ്ട്. എല്ലാവർക്കും ബാബു ചെട്ടിയത്ത്, വിപിൻ വലിയാട്ട്, താങ്ക് യു. മുരളീധരൻ P, മിനിമോൾ ജി, എല്ലാവർക്കും ആശംസ. ഗുഡ് മോർണിംഗ്. നമുക്ക് മിഥുൻ അയ്യപ്പനിലേക്കും നമ്മുടെ റിപ്പോർട്ടിംഗ് പുലികളിലേക്കും പോകാം. മിഥുൻ, ആരൊക്കെയാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് സംഘത്തിലുള്ളത്? ഇപ്പോൾ എല്ലാം ഒരുക്കങ്ങൾ മാത്രമാണ്. ഇനി ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും നഗരവീഥികളിലേക്ക് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നിങ്ങളും പിന്നെ ഒരുപക്ഷെ ഈ റിപ്പോർട്ടിംഗ് എന്നുള്ളത് നമ്മൾ ആ സമയത്ത് അവിടെ നിന്ന് മറന്നു പോകുന്നൊരു കാര്യമാണ്. കാരണം ഓണാഘോഷം എന്ന് പറഞ്ഞാൽ, ഓണത്തിൻ്റെ ലഹരി എന്ന് പറഞ്ഞാൽ അവിടെ മറ്റൊന്നും നമ്മളെ ബാധിക്കാറില്ല എന്നുള്ളത്. ഏതായാലും കളറാക്കുക. ആരൊക്കെയുള്ളത് അവിടെ? തീർച്ചയായിട്ടും ഇപ്പോൾ നിഖിലുള്ളത് കുറേ പുലികളുടെ കൂട്ടത്തിലാണെങ്കിൽ ഞാനും കുറച്ച് പുലികളുടെ ഒപ്പമാണുള്ളത്. നമ്മുടെ റിപ്പോർട്ടിങ്ങിലെ പുലികൾ എന്ന് പറയുന്നത് പോലെ തന്നെ അതിൻ്റെ റിപ്പോർട്ടിങ്ങിൻ്റെ എല്ലാ പുലികളും നമ്മുടെ ഒപ്പം ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 7 റിപ്പോർട്ടർമാരാണ് നമ്മൾ ഇത്തവണ ഈ തൃപ്പൂണിത്തറ അത്തച്ചമയത്തിന് വേണ്ടി റിപ്പോർട്ടിങ്ങിന് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ പലതരത്തിലുള്ള റിപ്പോർട്ടർമാരുണ്ട്. അത് ആദ്യമായി ഈ അത്തച്ചമയത്തിന് എത്തുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ വർഷങ്ങളുടെ പഴക്കമുള്ള, അങ്ങനെ ഒരു പഴക്കവും തഴക്കവും ചെന്ന കൊച്ചിയുടെ സ്വന്തം ജിജീഷ്, അദ്ദേഹമാണ് ഇന്ന് ഇവിടെയുള്ളത്. എത്ര വർഷമായി ഈ റിപ്പോർട്ടിംഗ്, ഈ അത്തച്ചമയം എത്ര വർഷമായി കാണാൻ തുടങ്ങിയിട്ട്? എന്തായാലും 61 മുതൽ എന്തായാലും കാണാൻ തുടങ്ങിയിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു. അത്തച്ചമയം കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. റിപ്പോർട്ടിംഗ് രംഗത്ത് തന്നെ 20 വർഷമായി. ഇപ്പോൾ നമ്മൾ 2004 മുതൽ ഈ അത്തച്ചമയത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിഥുൻ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ടീം ജനൻ TVയുടെ ഭാഗമായി നമ്മുടെ ഒപ്പമുണ്ട്. ഇവരെല്ലാവരും തന്നെ കൃത്യമായി ഓരോ ഭാഗത്തും എങ്ങനെ പരമാവധി ആളുകളിലേക്ക് ഇതിൻ്റെ ദൃശ്യ പൊലിമ എത്തിക്കാൻ കഴിയും എന്നത് തന്നെയാണ് ജനൻ TV കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിൻ്റെ പിന്നാലെയായിരുന്നു. സാങ്കേതിക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിന് പിന്നാലെയായിരുന്നു. ഇപ്പോൾ കിരണുണ്ട്. കിരൺ നേരത്തെ ലൈവ് നൽകിയിരുന്നു അവിടെ നിന്ന്. ഇപ്പോൾ അവിടെ നിഖിലാണുള്ളത്. ഒപ്പം തന്നെ ആനന്ദുണ്ട്, മിഥുനുണ്ട്, അഞ്ജനയുണ്ട്. മാത്രമല്ല വലിയൊരു ടീം, നമ്മുടെ ക്യാമറ ടീമുണ്ട്. കുറേ പേര് ഇതിൻ്റെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഓടി നടക്കുന്നുണ്ട്. അങ്ങനെ കൃത്യമായി എങ്ങനെ ഓരോ സ്പോട്ടിലും നമ്മുടെ ജനൻ TVയുടെ ഇത്തരത്തിൽ ടീം വിപുലമായി തന്നെയാണ് ഈ ദൃശ്യങ്ങൾ. 9:30 ഇവിടെ അത്തം പതാക ഉയർത്തുന്നു. അതിനുശേഷം അത്തം ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് ആരംഭിക്കുന്നു. അത്തം നഗറായ തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂൾ മൈതാനിയിൽ നിന്ന് ആരംഭിച്ച് ബസ് സ്റ്റാൻഡ് വഴി, സ്റ്റാച്യു ജംഗ്ഷൻ വഴി, കിഴക്കേക്കോട്ട വഴി കടന്നു പോകുന്ന ഓരോ ഭാഗത്തും ആ ദൃശ്യങ്ങൾ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഞാൻ മൈക്ക് മിഥുന് തന്നെ കൈമാറുകയാണ്. ചോദ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ മിഥുനാണ് വ്യക്തമായി കേൾക്കാൻ കഴിയുക. ജിഷ്, എങ്ങനെയാണ് ഇപ്പം കുറേ വർഷങ്ങളായിട്ടുണ്ടല്ലോ, എന്ത് മാറ്റങ്ങളാണ് ഇതിനിടയിൽ അത്തച്ചമയത്തിന് വന്നിട്ടുള്ളത്? പ്രത്യേകിച്ച് ഇത്തവണ അത്തച്ചമയം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നല്ലോ. ഇത്രയും വർഷത്തിനിടയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ മാറ്റങ്ങൾ ഇതിനറിയാം. ഇതിന് കുറേ ചരിത്രങ്ങളൊക്കെ ഇതിനോട് ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ ഇതിനായിട്ട്. അതായത് നമ്മുടെ രാജഭരണകാലത്ത് തന്നെ തുടങ്ങിയ ഒരു ആഘോഷം, അത് അങ്ങനെ തുടർന്നു. അതിനുശേഷം 60-61 പിന്നീട് ജനകീയ അത്തച്ചമയമായി മാറി. അത് ഭംഗിയായി തന്നെ നടന്നുകൊണ്ട് വലിയ മാറ്റങ്ങൾ എന്ന് പറയാൻ ഇല്ല. ഓരോ തവണയും അതിൻ്റെ പൊലിമ കൂടി വരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ചിലപ്പോൾ മഴയെല്ലാം അതിൻ്റെ വലിയൊരു വർണ്ണശബളിമ കെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതെ മഴ കെടുത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, മഴ കെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെയും കടന്നുകൊണ്ടാണ് പോകുന്നത്. ഇത്തവണയും ഇത്തരം ചില സാഹചര്യങ്ങളുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ ഇതൊരു ആചാരപരമായ കാര്യമാണ് എന്നതുകൂടി വിലയിരുത്തിയാണ് ഇത്തരത്തിൽ നടത്താൻ തന്നെയുള്ള ഒരു തീരുമാനം എടുത്തത്. അത്തച്ചമയ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നടത്താൻ തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ, ഇപ്പോൾ നമുക്ക് മഴക്കാർ വന്നപ്പോൾ ഒരു ചെറിയ ആശങ്ക സ്വാഭാവികമായും മനസ്സുകളിൽ തോന്നിയിരുന്നു. ആ മഴക്കാർ മാറി വീണ്ടും
വെയിൽ ഉദിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഇത് നല്ല കാലാവസ്ഥയുടെ ഒരു തുടക്കമായിരിക്കും. കടുത്ത വെയിലും ഉണ്ടാകില്ല, ഈ ഒരു വലിയ മഴയും ഉണ്ടാകാത്തൊരു സാഹചര്യം. അത്തരം ഒരു ഘട്ടത്തിലൂടെ തന്നെയായിരിക്കും കടന്നു പോവുക. അതെ, നമ്മളിപ്പോൾ കിരൺ കുറേ പുലികളുടെ കൂടെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ തൃശ്ശൂർക്കാരനാണ്, മറ്റൊരു തൃശ്ശൂർക്കാരനുണ്ട് ഇവിടെ, ആനന്ദ്, കോഴിക്കോട് നിന്നാണ് വരുന്നത്. പക്ഷേ അവിടെ ഏത് പുലിക്കളിയായിരിക്കും ബെറ്റർ? ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന പുലിക്കളിയായിരിക്കുമോ, അത് ഇനി നടക്കാൻ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂർ നടക്കാൻ പോകുന്ന പുലിക്കളിയായിരിക്കും ബെറ്റർ? ഈ പരമ്പരാഗതമായിട്ട് തൃശ്ശൂർ പുലിക്കളിയാണ് ആ ഒരു വ്യാപ്തി ഉള്ളതും എന്ന് പറയാമെങ്കിൽ കൂടി ഇവിടുത്തെ പുലിക്കളി എന്തായാലും മോശമാവുന്നുള്ളൊരു അഭിപ്രായം പൊതുവെ എനിക്കില്ല. പക്ഷേ അവിടെ തൃശ്ശൂരെ പുലികൾ തന്നെയാണ് ഇവിടെ വന്ന് പുലിക്കളി അവതരിപ്പിക്കുന്നത്. അതെ അതെ, പുലിക്കളി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതുകൊണ്ട് പുലിക്കളിക്കുള്ള ആളുകളും തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂരിൽ നിന്ന് മാത്രമല്ല, ഈ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നവീനമായതും ഈ പ്രാചീനമായിട്ടുള്ള എല്ലാ കലാരൂപങ്ങളുടെയും ഒത്തിണങ്ങിക്കൊണ്ട് ആ ഒരു കോർത്തിണങ്ങിക്കൊണ്ടുള്ള ഒരു ദൃശ്യ വിരുന്ന് തന്നെയായിരിക്കും എന്തായാലും ഇന്നിവിടെ ഉണ്ടാവുക. ഈ പൂരങ്ങളുടെ നാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ കാര്യത്തിൽ പങ്കെടുക്കാൻ പറ്റിയത് ഒരു എക്സൈറ്റ്മെന്റ്, ഒരു ആകാംക്ഷ സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷേ പൂരങ്ങളുടെ നാട്ടിൽ നിന്ന് വരുന്ന ഞങ്ങൾക്ക് രണ്ടുപേർക്കും അഭിമാനിക്കാനുള്ളൊരു ഘടകമുണ്ട്. തൃശ്ശൂർ വെച്ചിട്ടും ഈ അത്തച്ചമയ ഘോഷയാത്ര നടന്നിട്ടുണ്ട്. കാരണം കൊച്ചി രാജാവിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നോ അവിടെയാണ് അത്തച്ചമയം നടക്കാറ്. അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂർ വെച്ചിട്ടും അത്തച്ചമയ ഘോഷയാത്ര നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. കിരൺ, എന്താണ് ഇത്തവണ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, കിരൺ എന്താണ് ഈ അത്തച്ചമയ ഘോഷയാത്ര പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാറുള്ളത് എന്ത്? ഈ അത്തച്ചമയ ഘോഷയാത്ര ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ശരിക്കും. അതുകൊണ്ട് ഒരു പ്രതീക്ഷ വലിയ രീതിയിലില്ല. കണ്ടിട്ടുണ്ട് എന്നുള്ളതെങ്കിലും നമ്മൾ റിപ്പോർട്ടിംഗ് ആയിട്ടൊന്നും ഇതുവരെ ഇങ്ങോട്ട് വരേണ്ടി വന്നിട്ടില്ല. ഈ വാദ്യമേളങ്ങളോടാണോ കമ്പം, അതോടെ ഈ കാഴ്ചകളോടാണോ, എന്താണ് കമ്പം? വാദ്യങ്ങളോട് തന്നെയാണ് കമ്പം. അപ്പോൾ ശിങ്കാരിമേളത്തിനും പഞ്ചവാദ്യത്തിനും പാണ്ഡിമേളത്തിനൊക്കെ വേണ്ടി കാത്തിരിക്കുക. അതെ അതെ അതെ, അത് മാത്രമല്ല ഈ പടയണി അങ്ങനെയുള്ള തെയ്യം അതൊക്കെ വരുമ്പോൾ അതിൻ്റെതായ തനതായ ചില വാദ്യങ്ങളുണ്ട് ആ കലാരൂപങ്ങളോടൊപ്പം. അതും ഈ തവണ ഇതിനോടൊപ്പം അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമായിട്ട് ഉണ്ട് എന്നുള്ളത് ആ കാര്യങ്ങളും കൂടി ആസ്വദിക്കാനായിട്ട് കഴിയും. അപ്പോൾ എന്തായാലും ആസ്വാദനവും റിപ്പോർട്ടിങ്ങും എല്ലാം തകൃതിയായിട്ട് നടക്കും. ആദ്യമായിട്ട് അത്തം കാണാൻ വരുന്നതാണ്, ഘോഷയാത്ര കാണാൻ വരുന്ന, അത്തച്ചമയം കാണാൻ വരുന്ന അഞ്ജന, എന്താണ് ഇത്തവണ, എന്താണ് അത്തച്ചമയത്തിന് എന്ത് കാണാനാണ് എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പ്രതീക്ഷിക്കുന്നത്? അത്തച്ചമയം സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാം കാണാനാണ് എത്തിയിരിക്കുന്നത്. റിപ്പോർട്ട് ചെയ്യാൻ എത്തുന്നതിലുപരി ഒരു കാഴ്ചക്കാരിയായിട്ടും കൂടെ റിപ്പോർട്ടിംഗ് ചെയ്യണേ, ഇടയ്ക്ക് റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്യാം, എന്നാലും കാഴ്ചക്കാരിയായിട്ടും കൂടെ എത്തുകയാണ്. എങ്ങനെയാണ് അത്തച്ചമയ ഘോഷയാത്ര, അങ്ങനത്തെ കാര്യങ്ങൾ ഒത്തിരി അറിയാൻ താല്പര്യമുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു തകൃതിയായിട്ടുള്ളൊരു തിരക്കിലേക്ക് നമ്മൾ കയറി വരികയാണ്. തൃപ്പൂണിത്തുറ ഒരു ചമയങ്ങളൊക്കെ വെച്ചൊരു സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ കാണികൾക്ക് കാണാൻ പാകത്തിന് തന്നെ അത്രമേൽ ഭംഗിയായിട്ട് തന്നെ തൃപ്പൂണിത്തുറ ആളുകളിലേക്ക് എത്തും. പിന്നെ ചെറുതായിട്ടൊരു മഴക്കാറൊക്കെ ഉണ്ട്. എങ്കിലും എനിക്കൊന്ന് ഈ വെയിലിൻ്റെ സമയത്ത് വെയിൽ അധികം കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു തണലേകാനായിട്ട് ഈ മഴ നല്ല ആശ്വാസമായിരിക്കും. പക്ഷെ അധികം മഴയും നമുക്ക് വന്നാൽ കുറച്ച് പാടാണ്. എങ്കിലും എനിക്ക് തോന്നുന്നു വളരെയധികം നന്നായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയും അധികം എക്സൈറ്റഡ് ആണ് ഞാനും, എത്രത്തോളം തന്നെ കാണാൻ സാധിക്കുമെന്ന്. പിന്നെ വളരെയധികം നല്ല രീതിയിൽ തന്നെ പ്രൗഢോജ്വലമായിട്ടുള്ള രീതിയിൽ തന്നെ അലങ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ അത്രയും തന്നെ കാണികൾക്കും നമ്മൾ ജനം ടി വിയും ഇത്ര ആവേശകരമായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന പറയുമ്പോൾ നമുക്കും ഒരു സന്തോഷമൊപ്പം ഒരു അഭിമാനവും ഉണ്ട്. പിന്നെ ഇതിൻ്റെ പാർട്ടാവാൻ സാധിക്കുന്നു. അപ്പം കാണികൾ കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് ജനം ടി വിയിലൂടെ തന്നെ അത്തച്ചമയ ഘോഷയാത്ര അല്ലെങ്കിൽ തൃപ്പൂണിത്തുറ എത്രത്തോളം സുന്ദരിയായിട്ടുണ്ടെന്ന് ഞങ്ങൾ കൂടുതൽ മികവോടെ കാണിച്ചു തരുന്നതായിരിക്കും. ആ കാര്യത്തിൽ നമ്മളൊരു ഉറപ്പ് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അഞ്ജന പറഞ്ഞതുപോലെ തന്നെ അത്തക്കളം പോലെ അണിഞ്ഞൊരുക്കി സുന്ദരിയായിരിക്കുകയാണ് തൃപ്പൂണിത്തുറ. ഇപ്പോൾ മറ്റൊരു മിഥുൻ നമ്മോടൊപ്പം ചേരാൻ. മിഥുൻ എവിടെയാണ് ഇപ്പോൾ യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള സംശയം പ്രേക്ഷകർക്കുണ്ട്. കാരണം ഷിരൂരിൽ കണ്ടിട്ടുണ്ട്, കോഴിക്കോട് കണ്ടിട്ടുണ്ട്, ശ്രീകൃഷ്ണേന്തിയിൽ അന്ന് ഗുരുവായൂർ അമ്പലനടയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ തൃപ്പൂണിത്തുറയിലും എത്തിയിരിക്കുന്നത്. സത്യത്തിൽ എവിടെയാണ് ഇന്ന്, എന്താണ് പരിപാടി? കേരളത്തിൽ എല്ലായിടത്തും പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കേരളത്തിൽ നടക്കുന്ന എല്ലാ സംഭവവും, എല്ലാ ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമാകാൻ പറ്റുന്നു എന്നത് വലിയൊരു സന്തോഷം. മിഥുൻ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ ഓരോ വർഷം, ഇപ്പോൾ ഞാൻ 3ാമത്തെ തവണയാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, കഴിഞ്ഞ മുമ്പത്തെ വർഷവും റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായി അത്തച്ചമയം റിപ്പോർട്ട് ചെയ്യാൻ പറ്റി. അതിന് മുമ്പ് കാഴ്ചക്കാരനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആഘോഷം ഇഷ്ടപ്പെടുന്ന ഒരു ആഘോഷപ്രേമി തന്നെയാണ് ഞാൻ. ചെണ്ടപ്പുറത്ത് കോല് വെച്ചാൽ അവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് ഓരോ തവണയും ഈ ആഘോഷം അത്തച്ചമയം വരുമ്പോൾ ഈ കേരളത്തിൻ്റെ പരമ്പരാഗത കലാരൂപങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ഉണ്ടാകും. കഴിഞ്ഞ മുമ്പത്തെ വർഷം കണ്ടതിനേക്കാളും നല്ല മികവുറ്റ കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ തവണ എന്തായിരിക്കും സർപ്രൈസ് എന്നുള്ളൊരു ആകാംക്ഷയുണ്ട്. ആകാംക്ഷയോട് കൂടി തന്നെ ആഘോഷത്തിൻ്റെ മണിക്കൂറുകൾക്ക് വേണ്ടി ജനം ടി വിയുടെ പ്രേക്ഷകർക്കൊപ്പം തന്നെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ജോലി ചെയ്തുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഈ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് ഞാൻ.
തീർച്ചയായിട്ടും ആ ഒരു സർപ്രൈസിന് വേണ്ടി മിഥുൻ്റെ ഒപ്പം ഈ കേരളം ഒന്നാകെ കാത്തിരിക്കുകയാണ്. കാരണം ഓരോ തവണയും അത്തച്ചമയ ഘോഷയാത്ര പരമ്പരാഗതമായി നടക്കുന്നതാണെങ്കിലും അതിൽ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ഉണ്ടാകും. അതുപോലെ തന്നെ പല വിധത്തിലുള്ള കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും, പ്ലോട്ടുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ തൃപ്പൂണിത്തറക്കാരുടെ സ്വകാര്യ അഹങ്കാരമായതിനാൽ അവർ ഒളിപ്പിച്ചു വെച്ച പല രീതിയിലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാകും. അതെന്താണ് എന്ന് അറിയാനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് എല്ലാ മലയാളികളും. നമ്മൾ ആ മലയാളികൾക്ക് അവരുടെ ആ കാത്തിരിപ്പിനൊപ്പം തന്നെ നമ്മളുമുണ്ട്. നമ്മൾ ഒരിടത്ത് നിൽക്കുകയല്ല, ഈ അത്തച്ചമയ ഘോഷയാത്രയ്ക്കൊപ്പം തന്നെ സഞ്ചരിക്കുകയാണ്. നമ്മളും ഘോഷയാത്രയുടെ ഭാഗമായിക്കൊണ്ട് അത്തരത്തിൽ ആ ഘോഷയാത്രയുടെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ തുടങ്ങുന്നത്. ഏതായാലും അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനിയുള്ള മണിക്കൂറുകളിൽ എത്രത്തോളം സമ്പന്നവും പ്രൗഢവുമാണോ ഈ ഓണക്കാലം മലയാളിക്ക്, അതിൻ്റെ ഒരു വെടിക്കെട്ട് തുടക്കം തന്നെയായിരിക്കും ഇത്തവണത്തെ ഓണം എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ കഴിയുന്ന തരത്തിൽ നേരത്തെ അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തക്കളം പോലെ, അത്തപ്പൂക്കളം പോലെ അടിഞ്ഞൊരുങ്ങി സുന്ദരിയായിരിക്കുന്നു തൃപ്പൂണിത്തറ.